അപ്പോൾ ആ സുഹൃത്തുക്കളും ഇവനെ പോലുള്ള ആളുകളായിരിക്കാം. അതായത് അവരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരായിരിക്കാം. എന്തുകൊണ്ട് ഇവിടുത്തെ പോലീസുകാരും മാധ്യമങ്ങളും അവന്മാരുടെ പുറകെ പോകുന്നില്ല? അവന്മാരെ കണ്ടുപിടിച്ചൂടാ? അവന്മാരെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ ഉമ്മയ്ക്ക് വന്നത് നാളെ അവന്റെയൊക്കെ വീട്ടിലെ അവന്റെയൊക്കെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഒന്നും വരാതിരിക്കത്തില്ലേ? വീണ്ടും മുഖം കാണിക്കാതെ മുടി കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം. ഈ പ്രതിഷേധം TRP റേറ്റിംഗ് മാത്രം നോക്കി നടക്കുന്ന ചില മാധ്യമങ്ങൾക്കെതിരെയും, അതുപോലെ തന്നെ ഒരു പ്രതിയെ കിട്ടി, എല്ലാം കഴിഞ്ഞു, മതി, ഇനി കേസ് ക്ലോസ് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്ന ചില പോലീസുകാർക്കെതിരെയും മാത്രമാണ്. നിങ്ങൾ തുടക്കത്തിൽ ഒരു വീഡിയോ കണ്ടല്ലോ, ഒരു പര 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 മോൻ അവൻ ഇന്ന് മാധ്യമങ്ങളോട് കാണിച്ചൊരു പരിപാടി. ആ മകനെ പറ്റി നമുക്കൊന്ന് സംസാരിക്കാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയുകയാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും, നിങ്ങൾ ലൗഡ് സ്പീക്കറിലാണ് കാണുന്നതെങ്കിൽ പറ്റുമെങ്കിൽ ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ 18 വയസ്സിൽ താഴെയുള്ള ഒരാളും ഈ ഒരു വീഡിയോ കാണണ്ട. 18 വയസ്സിൽ താഴെയുള്ള ഒരാൾ നിങ്ങളുടെ അടുത്തിരിപ്പുണ്ടെങ്കിൽ അയാളെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുക. കാരണം ഈ വീഡിയോയിൽ ചിലപ്പോൾ എൻ്റെ വായിൽ നിന്ന് ചില നല്ല സരസ്വതി വിളയാടാൻ സാധ്യതയുണ്ട്. അപ്പോ കാര്യത്തിലേക്ക് പോകാം. നിങ്ങൾ കണ്ട ആ ഒരു മകൻ, അവനെ പറ്റിയുള്ള ആ ഒരു വാർത്ത നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മുടെ താമരശ്ശേരിയിൽ ഒരു ഉമ്മയെ വെട്ടിക്കൊന്ന ഒരു പോലെ മോനാണ് നിങ്ങളിപ്പോ കണ്ടവൻ. അവനെ ഇന്ന് പോലീസുകാർ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അവൻ പത്രക്കാരെയൊക്കെ നോക്കി ഉമ്മ കൊടുക്കുക. മനസ്സിലായില്ലേ? ഉമ്മ. അവന്റെ ഉമ്മയ്ക്ക് ഏതോ ഒരു നിമിഷത്തിൽ പറ്റിപ്പോയൊരു അബദ്ധമാണ് ഈ പരനാറി പോലെ മോൻ. അങ്ങനെ തന്നെ പറയണം. ഏതോ ഒരു നിമിഷത്തിൽ ആ ഉമ്മയ്ക്ക് പറ്റിയൊരു അബദ്ധം, അത് മാത്രമാണ് അവൻ. എന്തൊക്കെയോ മയക്കുമരുന്ന് വലിച്ചു കയറ്റിയതിന്റെ പുറത്ത് സ്വന്തം ഉമ്മയെ വെട്ടിക്കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല ആ ഒരു വാർത്ത കേട്ടിട്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു വാർത്ത കേട്ട ഒരു വ്യക്തിക്കും സഹിക്കാൻ പറ്റില്ല. എല്ലാവരും ഒരു നിമിഷം പതറി നിൽക്കുമായിരിക്കും. ഇങ്ങനെയൊക്കെ ഒരു മകന് പറ്റുമോ? ഏതൊരു ലഹരിയുടെ പുറത്താണെങ്കിലും സ്വന്തം ഉമ്മയെ വെട്ടിക്കൊല്ലാൻ, അതും സ്വത്ത്, അവർക്കുള്ള സ്വത്ത് അവന് വിൽക്കണം എങ്ങനെയെങ്കിലും, എന്നിട്ട് അവന് കുറച്ച് കാശ് വേണം. സ്ഥിരം അവൻ ആ വീട്ടിൽ കാശ് ചോദിക്കുമായിരുന്നു ഉമ്മയെടുക്കൽ, അവന് ലഹരി മേടിക്കാനായിട്ട്. ലാസ്റ്റ് അവന്റെ കുടുംബക്കാരെല്ലാം പിടിച്ച് അവനെ കൊണ്ടുപോയി ഇട്ടു ബാംഗ്ലൂരിൽ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന്. ആ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് ഇനി പോന്നതാണ്. എല്ലാം കഴിഞ്ഞു, ഞാൻ ഓക്കെ ആയി, ഞാൻ നല്ല മോനാന്നും പറഞ്ഞ് വന്നതാ. എന്നിട്ടാണ് അവൻ ഈ തന്തയില്ലാത്ത പരിപാടി, അങ്ങനെ തന്നെ പറയണം, കാണിച്ചത്. എന്താണ് പറയേണ്ടത് ഇങ്ങനെയുള്ളവനെയൊക്കെ? ഇവനെ ഒന്നും ഒരിക്കലും വധശിക്ഷ ഒന്നും കൊടുക്കരുത്. എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ തന്നെയാണ്. ഞാനത് വീണ്ടും പറയും, വധശിക്ഷ കൊടുക്കരുത്. ഇവന് വധശിക്ഷ അല്ല കൊടുക്കേണ്ടത്. വധശിക്ഷയ്ക്ക് ഇവനൊക്കെ കിട്ടാവുന്ന ഏറ്റവും ചെറിയ ശിക്ഷയാണ്, ഏറ്റവും ചെറിയ ശിക്ഷ. അതൊന്നും കൊടുക്കരുത് ഇവനൊന്നും. ഇവനൊന്നും ഒരു ജീവപര്യന്തവും കൊടുക്കരുത്. എന്തിന് ജീവപര്യന്തം കൊടുത്ത് ജയിലിനകത്ത് കൊണ്ടിട്ട് കുറെ കാലം ഇങ്ങനെ തിന്ന് കൊഴുക്കാനോ നമ്മുടെ കാശിന്? അതൊന്നും അല്ല ഇവനൊന്നും ചെയ്യേണ്ടത്. ഇവനെയൊക്കെ തല വെട്ടിക്കളയുന്ന സൗദിയിലെ അതുപോലുള്ള നിയമങ്ങളും ഇവനൊന്നും ഏക്കില്ല. കാരണം അവൻ കാണിച്ചത് നിങ്ങൾ കണ്ടില്ലേ? അവൻ ചെയ്തത് ഒരു തരി പോലും അവനൊന്നും ഒരു സങ്കടമില്ല. ചെയ്ത് കഴിഞ്ഞ് പോലീസുകാർ പിടിച്ചിട്ട് പോലും. അപ്പം ഹീസ് എ ബോൺ ക്രിമിനൽ. അവന്റെ അകത്ത് കിടക്കുന്ന ആ ഒരു ഡ്രഗ്സ് മാത്രം ആയിരിക്കില്ല, അവന്റെ അകത്തുള്ള ഒരു ക്രിമിനൽ മൈൻഡ് ഉണ്ട്. അതൊന്നും ഒരിക്കലും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവനെയൊക്കെ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? ഇവന്റെയൊക്കെ 2 കൈയും 2 കാലും വെട്ടി ഇവന്റെ നാക്കും പിഴുത് ഇവനെ ജീവിക്കാൻ വിടണം. അതാണ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നിയമം നമ്മുടെ നാട്ടിൽ വരണം. വന്നെങ്കിൽ മാത്രമേ ഇതുപോലുള്ള തന്തയില്ല മക്കളൊക്കെ ഇല്ലാതെയാവുള്ളൂ. ഇല്ലെങ്കിൽ ഒരിക്കലും. കണ്ടില്ലേ, അവനറിയാം അവന്റെ അമ്മയെ അവൻ കൊന്നു, എന്നിട്ടും ഒരു കൂസലും ഇല്ലാതെ ഉമ്മയും കൊടുത്താണ് ഇറങ്ങി വരുന്നത്. ഇവിടുത്തെ നിയമത്തിനും ഇവിടുത്തെ പോലീസുകാർക്കും വെറും പട്ടി വില തരുന്ന ഒരു കൊലയാടി മോനാണവൻ. ഇവനെയൊക്കെ അങ്ങനെ തന്നെ ചെയ്യണം. ഞാൻ എന്താണോ പറഞ്ഞത് അതുപോലെ ചെയ്യണം. വെട്ടിയും കളയണം പറ്റുമെങ്കിൽ അവന്റെ മറ്റേ സാധനം കൂടെ, എന്നിട്ട് വിടണം അവനെ ജീവിക്കാൻ. പുഴുത്ത പട്ടിയെ പോലെ ജീവിക്കാൻ. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നു. പട്ടികളെ ഒന്നും ഞാൻ ഇവിടെ അങ്ങനെ കണ്ടതല്ല. കയ്യിൽ നിന്ന് അയ്യോ, ഇങ്ങനെയൊക്കെ ഒരു മകനോ? ഇങ്ങനെയൊക്കെ ആകാൻ പറ്റുമോ ഒരു മകന്? ഏത് ലഹരിയുടെ പുറത്താണെങ്കിലും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കണക്ക് പോലീസുകാരോടും ഇവിടുത്തെ മാധ്യമങ്ങളോടും എനിക്കൊരു ചെറിയൊരു പ്രതിഷേധം അറിയിക്കണമെന്ന് എനിക്ക് തോന്നിയ ഒരു നിമിഷം അതുണ്ട് ഈ ഒരു വിഷയത്തിൽ. അത് വേറൊന്നുമല്ല, ഞാൻ കുറച്ചു മുമ്പ് കണ്ടൊരു വീഡിയോ. ഈ ഉമ്മയുടെ
പെങ്ങളുടെ ഒരു വീഡിയോ. അതിനകത്ത് അവരൊരു കാര്യം പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ പോലീസുകാരും അത് ശ്രദ്ധിക്കുന്നില്ല? ഇവരെ പോലുള്ള ഉമ്മമാർ ഇനി ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങളും പോലീസുകാരും അത് ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ച് എന്താണോ ചെയ്യേണ്ടത്, അതിനെ ചെറുക്കാൻ വേണ്ടി എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യണം. അത് ആരും ആരും അത് ശ്രദ്ധിക്കുന്നില്ല. എന്തുകൊണ്ട്? ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം കാണിച്ചു തരാം, എന്നിട്ട് ഞാൻ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം. ഓന് +2 പഠിച്ച് പിന്നെ അവനെ ഡിഗ്രിക്ക് അവിടെ ഒരു ഓട്ടോമൊബൈലിന്റെ അവിടെ ഞങ്ങൾ ചേർത്തിയ സമയത്ത് 1.5 ലക്ഷം രൂപ കൊടുത്ത് JDP ആക്കിയ സമയത്ത് ഓന് ഇതേപോലെയുള്ള മയക്കുമരുന്നിന് അഡിക്റ്റ് ആയി. പിന്നെ ഞങ്ങൾ അത് അറിഞ്ഞ നമ്മള് ഓനെ അതിന് പിന്മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രീറ്റ്മെന്റ് ഞങ്ങൾ ഓന് ചെയ്ത്. അത്ര തന്നെ. ഓനൊരു പ്രശ്നമില്ലാതെ ഇന്നലെ ഓൻ ഫുഡൊക്കെ കഴിച്ചല്ലേ, ഓനൊരു പ്രശ്നവും കാണിച്ചിട്ടില്ല. ഓന് അസ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവൃത്തിയും ഞങ്ങളെ വീട്ടിൽ ഇന്നലെ ഒന്നും കാണിച്ചിട്ടില്ല. ഓൻ 4 ദിവസം ഔട്ടിങ്ങിലായിട്ട് ഇന്നലെ വന്നതാണ്. ഇന്നലെ വന്നപ്പോ ഞാൻ ഗേറ്റ് പൂട്ടാൻ വേണ്ടി ഓനോട് പറഞ്ഞ് ഇത്രയും മതി. ഇതിന്റെ അവസാനം ഈ ഒരു ലേഡി പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? അതായത് ഇവൻ ബാംഗ്ലൂരിൽ നിന്നൊക്കെ നാട്ടിൽ വന്നു, അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസം 3-4 ദിവസം ഇവൻ ഔട്ടിങ് ഫ്രണ്ട്സുമായിട്ട് എന്തോ പുറത്തു പോയി. ഇവൻ ഔട്ടിങ്, ഇത് വേറെ പല ചാനലിലും ഈ ഒരു കാര്യം ഇവർ പറയുന്നത് ഞാൻ കേട്ടു. അതിനകത്ത് ഫ്രണ്ട്സ് ആയിട്ട് ഇവർ, ഈ പയ്യൻ കുറച്ച് ദിവസം വെളിയിൽ പോയി. അതിനുശേഷം ഈ കൃത്യം നടന്ന അന്ന് ഇവൻ തിരിച്ചു വന്നു. ഇവൻ തിരിച്ചു വന്ന അന്ന് രാത്രിയിലാണ് ഇവൻ ഈ ഉമ്മയോട് ഈ ക്രൂരത കാണിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ആരും ശ്രദ്ധിക്കാതെ പോയ കാര്യം, ഇവൻ സുഹൃത്തുക്കളുമായിട്ടാണ് വെളിയിൽ പോയത്. ഇവൻ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവൻ ഇങ്ങനെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ ഇവൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു മയക്കുമരുന്ന് ഉണ്ടായിരുന്നായിരിക്കാം. ആ ഉണ്ടായിരുന്ന മയക്കുമരുന്ന് ഇവൻ ചിലപ്പോൾ ഇവന്റെ സുഹൃത്തുക്കളുമായിട്ട് പോയപ്പോൾ ഇവൻ ഉപയോഗിച്ചതായിരിക്കാം. അപ്പോൾ ആ സുഹൃത്തുക്കളും ഇവനെ പോലുള്ള ആളുകളായിരിക്കാം. അതായത് അവരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരായിരിക്കാം. എന്തുകൊണ്ട് ഇവിടുത്തെ പോലീസുകാരും മാധ്യമങ്ങളും അവന്മാരുടെ പുറകെ പോകുന്നില്ല? അവന്മാരെ കണ്ടുപിടിച്ചൂടാ? അവന്മാരെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ ഉമ്മയ്ക്ക് വന്നത് നാളെ അവന്റെയൊക്കെ വീട്ടിലെ അവന്റെയൊക്കെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഒന്നും വരാതിരിക്കത്തില്ലേ? എന്തുകൊണ്ട് അതാരും കണ്ടുപിടിക്കാൻ പോകുന്നില്ല? ആ ഉമ്മയ്ക്കോ ഈ ഗതി വന്നു, ഇതുപോലുള്ള പട്ടി മോൻ കാരണം ആ ഉമ്മയ്ക്ക് ഒരു ഗതി വന്നു. അവരെ പോലുള്ള ബാക്കിയുള്ള സ്ത്രീകളും ബാക്കിയുള്ള ഉപ്പമാരും അവർക്ക് വരാതിരിക്കണമെങ്കിൽ ആ കൂടെ പോയവന്മാരെ ഒന്ന് കണ്ടുപിടിക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങളും പോലീസുകാരും ഒന്ന് ശ്രമിക്കുക. അല്ലാതെ മറ്റേ ഇവരെ കൊന്നവനെ കിട്ടി, മോൻ തന്നെ, അവനെ പിടിച്ചു മറ്റേ ജയിലിൽ കൊണ്ടിട്ട് ആഹാ കേസെല്ലാം ക്ലോസ് ആയി, മാധ്യമങ്ങൾക്ക് 2 ദിവസം ചാകര, TRP എല്ലാം കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു, നാളെ ഇനി അടുത്ത വാർത്ത വരും, അടുത്ത കൊലപാതകമോ അടുത്ത പീഡനമോ വരും. വളരെ നല്ല കാര്യമാണ്, നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ നാളെ ഒരു വൃത്തികേട്, നാളെ ഒരു കൊലപാതകമോ ഒന്നും നടക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തൂടെ? ആ കൂടെ പോയവന്മാരെ കണ്ടുപിടിച്ചൂടെ? അവന്മാരുടെ വീട്ടിലുള്ളവരെങ്കിലും രക്ഷപ്പെടത്തില്ലേ? ഇതെനിക്കൊന്ന് പറയണമെന്ന് തോന്നി. അല്ലാതെ മറ്റേ വലിയ കഥകളൊന്നും എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനൊന്നുമില്ല. പക്ഷെ ആരും ശ്രദ്ധിക്കാതെ പോയ, ആരും പറയാതെ പോയ ഒരു കാര്യം ഒന്ന് പറയണമെന്ന് തോന്നി. പറ്റുമെങ്കിൽ നിങ്ങൾ കുറെ പേർക്ക് ഇത് ഷെയർ ചെയ്യുക. ആരെങ്കിലും ഒന്ന് ശ്രദ്ധിക്കട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അത്ര എനിക്ക് പറയാനുള്ളൂ, കൂടുതലൊന്നുമില്ല.